ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പം ഒരിക്കലും എന്താണ് ഈ ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും അർത്ഥമെന്ന് നമുക്ക് ഒരാൾക്കും മനസ്സിലാവില്ല. അത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, ഒരാൾക്കും മനസ്സിലാവാത്ത കാര്യമാണ്. എനിക്കെന്തിനാണ് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്ന് വചനം പറയുന്നു. ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിൻ്റെ ദീർഘസഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യവും ഉള്ളവനാണെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോഴല്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഈ കഷ്ടപ്പാടുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പം ഇതെന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം നമ്മളിങ്ങനെ ആവർത്തി ചോദിച്ചാൽ ഒരു ഉത്തരവും കിട്ടാൻ പോണില്ല. കുറച്ചുകൂടെ കഴിയുമ്പം എല്ലാത്തിൻ്റെയും അർത്ഥം നമുക്ക് മനസ്സിലാവും. കഷ്ടപ്പാടുകളുടെ സമയത്ത് ഇങ്ങനൊരു ചിന്ത നമുക്കുണ്ടായ കഷ്ടപ്പാടുകളുടെ സമയത്തുണ്ടാവണ കുറേ നിരാശകളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഇപ്പം മനസ്സിലാവില്ലെന്നേ ഒരാൾക്കും മനസ്സിലായിട്ടുമില്ല. കുറച്ചുകൂടെ കഴിയണം, കുറച്ചുകൂടെ കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.